തൊടുപുഴ അർബൻ ബാങ്കിൽ നിക്ഷേപകനായ യുവാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. നിക്ഷേപ തുകയിൽ നിന്നും രക്ഷിതാക്കളുടെ ചികിത്സയ്ക്ക് പണം ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോട് കൂടിയാണ് തൊടുപുഴ അർബൻ ബാങ്കിൽ നിക്ഷേപകനായ യുവാവ് ആത്മഹത്യാ ഭീഷണിയുമായി എത്തിയത്. ഇദ്ദേഹത്തിന്റെ പേരിലുള്ള അർബൻ ബാങ്കിലെ നിക്ഷേപം പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും നൽകാത്ത സാഹചര്യത്തിലായിരുന്നു വണ്ണപ്പുറം സ്വദേശിയായ യുവാവ് തൊടുപുഴയിലെ അർബൻ ബാങ്ക് ഹെഡ് ഓഫീസിൽ എത്തിയത്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല സാറേ, ഇതിന് തീരുമാനം പറഞ്ഞേ പറ്റുള്ളൂ. എന്റെ തീരുമാനം കട്ടായിരിക്കും. ഞാൻ ലാസ്റ്റ് പറയുക. തന്റെ മാതാപിതാക്കളുടെ ചികിത്സയ്ക്കായി പണം നൽകണമെന്ന് ആവശ്യപ്പെട്ട യുവാവ് മുൻപ് പലതവണ ബാങ്കിനെ സമീപിച്ചുവെങ്കിലും ജീവനക്കാരും ബാങ്ക് അധികൃതരും പറഞ്ഞു പറ്റിക്കുകയായിരുന്നുവെന്നും ആരോപിച്ചു. പണം കിട്ടാതെ മടങ്ങില്ലെന്നും ബാങ്കിന്റെ മുന്നിൽ തന്നെ ആത്മഹത്യ ചെയ്യുമെന്നും ഇദ്ദേഹം ബാങ്ക് അധികൃതരോട് പറയുകയും ബാങ്കിനുള്ളിൽ ഇരിപ്പുറപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിൽ മാധ്യമപ്രവർത്തകർ കാര്യം തിരക്കിയപ്പോൾ തൻ്റെ മാതാപിതാക്കളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ പണം ആവശ്യപ്പെടുന്നതെന്നും ഇക്കാര്യത്തിൻ്റെ പ്രാധാന്യം ബാങ്ക് അധികൃതർക്ക് മനസ്സിലാക്കുന്നതിനായി ആശുപത്രി അധികൃതരെ കൊണ്ട് ബാങ്കിലേക്ക് വിളിപ്പിച്ച് സംസാരിപ്പിച്ചതാണെന്നും ഇയാൾ പറഞ്ഞു. ഇതുപോലെ ഇങ്ങനെ ആക്സിഡന്റ് ഇതുപോലെ കട്ടിലേന്ന് വീണിട്ട് ഇതുപോലെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് കൊടുത്തപ്പോൾ ഡോക്ടറെ എന്നോട് പറഞ്ഞു ഫോട്ടോ എടുത്ത് കൊടുക്കുക, ബാങ്കിൽ കൊടുക്കുക, പൈസ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ആക്കാൻ പറഞ്ഞു. അങ്ങനെ ആക്കിയിട്ട് ഞാൻ ഇവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ തന്നില്ല. വ്യാഴാഴ്ച പിതാവിനെ ആശുപത്രിയിൽ കാണിക്കേണ്ടതാണെന്നും മറ്റൊരു വഴിയും ഇല്ലാത്തതിനാലാണ് ബാങ്കിനെ സമീപിച്ച് പണം ആവശ്യപ്പെടുന്നതെന്നും നിക്ഷേപകൻ വ്യക്തമാക്കി. അതെ, ഞങ്ങൾ പറയുന്നത് പുള്ളി പറഞ്ഞല്ലോ, പുള്ളിക്ക് നാളെ അഡ്മിറ്റ് ഞങ്ങൾ പൈസ കൊടുക്കണം, കുറച്ച് കൊടുത്താൽ പുള്ളി സമ്മതിക്കും. അത് നിങ്ങൾ എവിടെയെങ്കിലും സോൾവ് ചെയ്യുമോ, നിങ്ങൾ മേലധികാരത്തെ വിളിച്ച് പറയുകയോ ചെയ്യേ. സംഭവം അറിഞ്ഞതിനെ തുടർന്ന് തൊടുപുഴ പോലീസ് സ്ഥലത്തെത്തുകയും നിക്ഷേപകനുമായി സംസാരിക്കുകയും അനുനയിപ്പിച്ച് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആത്മഹത്യക്കായി കൊണ്ടുവന്നതെന്ന് കരുതപ്പെടുന്ന വസ്തു പോലീസ് ബലമായി പിടിച്ചെടുക്കുകയും ചെയ്തു. എനിക്ക് പൈസ പോലീസ് വന്നല്ലോ എന്താണ് വേണ്ടത്? എന്താണ് ആയിക്കോട്ടെ, നമുക്ക് സമാധാനമുണ്ട്, നമുക്ക് സംസാരിക്കാം. സിബിൻ എന്നാണ് പറയുന്നത്. സിബിന്റെ എന്താ ജോലി? എന്താ? എനിക്ക് ഞാൻ വിവോന്റെ വർക്ക് തുടർന്ന് പോലീസ് നിക്ഷേപകനുമൊത്ത് ബാങ്ക് അധികൃതരുമായി ചർച്ച നടത്തുകയും അനുനയിപ്പിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ ഒരു യുവാവ് മാത്രമാണ് ആത്മഹത്യാ ഭീഷണിയുമായി ബാങ്കിൽ എത്തിയതെങ്കിൽ ഇതുപോലത്തെ നിരവധി നിക്ഷേപകരാണ് ഇതേ അവസ്ഥയിലുള്ളത്. എന്താ വേണ്ടത് അത് പറയും. ഫാദറിനെ മദറിനെ എനിക്ക് ഹോസ്പിറ്റലിലാക്കണം. വീട്ടിലുള്ള എനിക്കുള്ള കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് എനിക്ക് കയ്യിൽ തികയണില്ല. അപ്പൊ ഈ പൈസ കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് അതെങ്കിലും നോക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എത്ര ദിവസം മുമ്പ് പറഞ്ഞു, ഒരു കട്ടിലേന്ന് വീണ് തല പൊട്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലാക്കിയിട്ട് അതിന്റെ ചാർജ് ഒന്നും കൊടുക്കാൻ പൈസ തരാൻ പറഞ്ഞിട്ട് തന്നില്ല. അന്നേരം പറഞ്ഞു എൻ്റെ അടുത്ത് RB വരട്ടെ എന്ന്. എനിക്ക് നാളെ പൈസ വേണം സാറേ, കാണിക്കാം. എനിക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ല. ചെക്കപ്പ് കാണിക്കുന്നത് MRI എടുക്കുമ്പോൾ രൂപ 12,000 രൂപ. ഞാൻ രണ്ടുപേരും കൂടി എന്തെടുക്കും. ഇനി എൻ്റെ കയ്യിലൊന്നുമില്ല. വെഡിങ് റിങ് വരെ ഞാൻ എടുത്തു പണയം വെച്ചത്. ഇങ്ങനെ ഒരാൾ കാണും. എന്റെ ജീവൻ പോക്കട്ടെ, എന്നാലും വേണ്ട. ഇല്ല, ചെയർമാൻ ഇതിനു മുമ്പ് ഒരു നുണ പറഞ്ഞു സാറേ. ഇവിടെ പഞ്ചായത്ത് ഇവിടെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു എന്നോട് ചെറുതോണിയിലാന്ന് പറഞ്ഞു. ഞാൻ വീട് അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾ അവിടെ വീട്ടിലുണ്ട്. അതിനെ ഹെൽപ്പ് കാർഡ് വെച്ചിട്ടാണ് അവിടെ വീട്ടിൽ നിൽക്കുന്നത്. ഇതിനി വേറൊരു പോംവഴിയില്ല. ഞാൻ ലാസ്റ്റ് പറയുക, എൻ്റെ ഇത് തീരും. ഇതൊന്നും അല്ല, ഇപ്പൊ പറഞ്ഞേക്കാം. എനിക്ക് എന്റെ പേരൻസ് എനിക്ക് ഏറ്റവും അവർ മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് പൈസ കിട്ടിയിട്ട് കാര്യമില്ല.
കർഷകരും കർഷക തൊഴിലാളികൾ അടക്കമുള്ളവരും വസ്തു വിറ്റ് കിട്ടിയതും സർവീസിൽ നിന്ന് പിരിഞ്ഞപ്പോൾ കിട്ടിയതും മക്കളുടെ വിവാഹക്കാര്യത്തിനായി സ്വരുക്കൂട്ടിയ തുക മുഴുവൻ ഇവിടെ നിക്ഷേപിച്ചവരും ഏറെയാണ്. പണം ആവശ്യപ്പെട്ട് ചെല്ലുമ്പോൾ ബാങ്ക് അധികൃതർ മോശമായി പെരുമാറുകയും ബഹളം വയ്ക്കുകയോ കേസിന് പോവുകയോ ചെയ്താൽ പണം ഒരിക്കലും കിട്ടുകയില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതായും ഏറെ പേർ പരാതി പറയുകയും ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്, എന്നാ സ്പീഡാ കേരള മിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.